കോഴിക്കോട് ജില്ലയിലും മഴ ശക്തമായി തുടരുകയാണ്. വിവിധ ഇടങ്ങളിൽ താണയിടങ്ങളിലൊക്കെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. വിവിധ ഇടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ശക്തമായി ഇപ്പോഴും മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. രമ്യാദാസ് ചേരുന്നു. രമ്യ, കോഴിക്കോട് ജില്ലയിലെ മഴയുടെ ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. നിലവിലിപ്പോൾ മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും മഴ പെയ്യുന്ന സാഹചര്യം തന്നെയാണ്. ചാറ്റൽ മഴ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ പല മേഖലകളും, അതായത് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ ടൗൺ മേഖലകളും, അതായത് കോഴിക്കോട് നഗരത്തിൻ്റെ പല മേഖലകളിലും റോഡുകളിലും ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ട്. ചെറിയ മഴയിൽ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന അവസ്ഥ തന്നെയാണ്. പലപ്പോഴും ഈ കാനകളില്ലാത്തതൊക്കെ തന്നെയാണ് ഇത്തരം സാഹചര്യത്തിന് കാരണം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ട റോഡിലാണ്. ഈ കോട്ട റോഡിലാണ് ഇപ്പോൾ ഈ കാനയുടെ ഒരു അപര്യാപ്ത വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഞാനിപ്പോൾ കാണുന്നത് പോലെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു കാനയുടെ ഒരു സൈഡിലാണ് ഇത്തരത്തിൽ വിടവിലൂടെ ഇപ്പോൾ വെള്ളം താഴേക്ക് ഒഴുകുന്ന സ്ഥിതിയുള്ളത്. ഇന്ന് രാവിലെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഈ റോഡിലെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കനത്ത വെള്ളക്കെട്ടെ തുടർന്ന് ഇതിലെ നടന്നു പോയ ഒരാളാണ് ഈ കാനയിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതര സംസ്ഥാന തൊഴിലാളി ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ഇവിടെയുള്ള പ്രദേശവാസികളെല്ലാം കൂടി ചേർന്നാണ് അയാളെ അവിടെ നിന്ന് പൊക്കി മാറ്റി ആശുപത്രിയിലേക്കെല്ലാം മാറ്റൊരു സാഹചര്യമെല്ലാം ഉൾപ്പെടെ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ആളുകളെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ റോഡുകളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് കോഴിക്കോടിൻ്റെ വിവിധ മേഖലകളിൽ, അതായത് നഗരപ്രദേശത്തെ റോഡുകളിലെല്ലാം തന്നെ ഉണ്ട്. കോഴിക്കോട് ജില്ലയെ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാവൂര് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട്. ഈ ചാലിയാർ, അതുപോലെ തന്നെ ഇരുവഴിഞ്ഞി, ചെറുപുഴ തുടങ്ങിയ മേഖലയെല്ലാം തന്നെ, പുഴയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിനാൽ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ രൂക്ഷമായ വെള്ളക്കെട്ടാണുള്ളത്. ജനങ്ങൾക്ക് ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് കടലിലേക്ക് പുറപ്പെട്ട ഒരു ബോട്ട് കടലിൽ ഈ കനത്ത മഴയും കാറ്റിനെയും തുടർന്ന് കടലിൽ കുടുങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. ചാലിയത്തു നിന്നാണ് മത്സ്യത്തൊഴിലാളികളുമായി പോയ ബോട്ടാണ് ഇത്തരത്തിൽ കടലിൽ കുടുങ്ങിയത്. എഞ്ചിൻ തകരാറിനെ തുടർന്നാണ് ഇത്തരത്തിൽ കുടുങ്ങിയതെന്നുള്ളതാണ് സംശയം. തുടർന്ന് മറ്റു മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടുകളിലെല്ലാം എത്തി ഇവരെ രക്ഷിച്ച് കരയിലേക്ക് എത്തിച്ചത്. 17 മത്സ്യത്തൊഴിലാളികളാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്. നിലവിൽ ഇവരെ ഫറൂഖിലെ താലൂക്ക് ആശുപത്രിയിലേക്കെല്ലാം മാറ്റി പ്രാഥമിക ചികിത്സയെല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ നിലവിൽ ഇപ്പോഴും മഴ തുടരുക തന്നെയാണ്. ഇപ്പം നമ്മളുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കോട്ട റോഡിലാണ്. ഈ ഇത്തരത്തിലുള്ള ഈ വെള്ളക്കെട്ടെല്ലാം തന്നെ, കാരണം ഈ ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്കും ഈ ഭാഗങ്ങളെല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം പറയുന്നത്. ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. കാരണം പലരും ഈ മേഖലയിലുള്ള കച്ചവടക്കാരും അതുപോലെ ആളുകളൊക്കെ തന്നെയാണ്. ചേട്ടാ, ഈ വെള്ളക്കെട്ട് ഇവിടെ സ്ഥിരമാണോ? ഞാൻ കാണുന്നത് ഒരു 36 കൊല്ലമായി ഇതന്നെ ഗതി. ഞാൻ തന്നെ ഇപ്പം കട തുറന്നിട്ടില്ല. നിങ്ങൾ വെള്ളം കയറണം. ഈ മഴ, ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്കും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളം കയറും. കഴിയുമ്പോഴേക്ക് വെള്ളം നിറയും. 5 മിനിറ്റ് വെള്ളം മഴ നിന്നാൽ വെള്ളം പോകും. ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെ? കാണുന്നില്ലല്ലോ. ഇപ്പം തന്നെ ഇവിടെ ഇതായത് നോക്ക്, അവിടെ അത് വാർത്തിട്ടിട്ട് ഒരു മാസമായി. അത് എടുക്കാൻ വേണ്ടി, അത് മാറ്റം ഇടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഇതുവരായിട്ടില്ല. ഇന്നലെ ഇവിടെ വന്നു, പക്ഷെ ഒന്നും ചെയ്തില്ല. ഇന്ന് 3 നാൾ എന്ത് ചെയ്യാനത്? ഇന്നിപ്പോൾ അവിടെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. അത് ഞാൻ അറിയില്ല. ഞാനിപ്പം വീട്ടിൽ നിന്ന് വന്നതാണ്. വിനോദ്, ഇത് തന്നെയാണ് കാരണം. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് കഴിഞ്ഞ കുറേ കാലമായി ഈ മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ വെള്ളം നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ ഈ കാനയോ മറ്റുള്ള സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിനെ തുടർന്ന് ആ കാനയിൽ വീഴുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ടായി. ബാക്കിയുള്ള ആളുകളാണ് അയാളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ചികിത്സയ്ക്ക് ഉൾപ്പെടെ ആശുപത്രിയിലേക്കെല്ലാം മാറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് കോഴിക്കോടിൻ്റെ നഗരപ്രദേശത്ത് പല റോഡുകളിലും കാലങ്ങളായിട്ടുണ്ട്. ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്കും വലിയ രീതിയിലുള്ളൊരു കോഴിക്കോട് ജില്ലയിലും വിവിധ റോഡുകളിലടക്കം, നഗരപ്രദേശത്തെ പ്രധാനപ്പെട്ട റോഡുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം കയറിയ ഒരു റോഡിൽ നിന്നാണ് രമ്യ ദാസ് റിപ്പോർട്ട് ചെയ്തത്.